ഭരതനാട്യം ഇപ്പോൾ ഒ ടി ടിയിൽ സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം തിയേറ്ററിൽ അത് വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. ആ സമയത്ത് വരുന്ന റിവ്യൂസിൽ നിന്നും പിന്നെ നമ്മളൊരു അനാലിസിസ് മനസ്സിലാവില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടായിരുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതിനുണ്ടെങ്കിൽ പടം എത്തിക്കണം എന്നുള്ളത് ആ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു. കുറേ കൂടെ ഇവൻറ്റ്ഫുൾ ആക്കണം. ഭരതനാട്യം ഒരൊറ്റ ഇവൻറ്റിലായിരുന്നു പടം മൊത്തം കറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇവൻറ്റ്ഫുൾ ആയിരിക്കണം, ഓരോ പോയിന്റ് കഴിയുമ്പോഴും പടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതും നമ്മുടെ റൈറ്റിങ്ങിലുണ്ടായിരുന്നു. അതുപോലെ ഭരതനാട്യം ആക്ച്വലി ഞാൻ കോമഡി പടം എന്നുള്ള രീതിയിലല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്തത്. ഒരു ഫാമിലി ഫീൽ പടം ഹ്യൂമർ ഫ്ലേവറിൽ പറയുന്നു എന്നേ ഞാൻ അതിനെ കണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുറേ പേര് പറഞ്ഞു കോമഡി കുറവായിരുന്നു എന്നും കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അതിൽ തീർക്കാത്തതുകൊണ്ട് കോമഡിയും നമുക്ക് വേണ്ടോളം വേണം എന്നുള്ളതുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ടായിരുന്നു നമ്മളിതിലോട്ടേക്ക് എത്തിയത്. അല്ല, ഞാൻ അങ്ങനെ അതിലോട്ട് കൂടുതൽ പോകാറില്ല. കാരണം എല്ലാത്തരം സിനിമകൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത്തരം സിനിമകൾ കാണാൻ എനിക്കിഷ്ടമാണ്. കാണാൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ട് ആൾക്കാരെ കൊല്ലാൻ പോയില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെ എടുക്കുന്നൊരു വലിയൊരു സമൂഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സിനിമയാണ്, അപ്പോൾ അതങ്ങനെ പോയാൽ